ഹലോ. സോ നമ്മൾ പിന്നെ ഈ ഇലക്ട്രോണിക് കമ്പണൻസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? ഇത്രയും പിന്നെ പോർഷൻസിലൂടെ അല്ലെങ്കിൽ ഇത്രയും സെഷൻസിലൂടെ നമ്മൾ പാസീവ് ഡിവൈസസ് ആണ് നമ്മൾ പിന്നെ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ റെസിസ്റ്ററാണ് നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് പറഞ്ഞ് നിർത്തിയ പോർഷൻ. സോ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് റെസിസ്റ്ററിൻ്റെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പാസീവ് എലമെൻറ്റ്സ് ആണ്. വൺ ഈസ് കപ്പാസിറ്റർ ആൻഡ് അനദർ വൺ ഈസ് ഇൻഡക്ടർ. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വൺ ആയ കപ്പാസിറ്ററും അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, അതിൻ്റെ ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റർ, അതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഡക്ടറിലേക്ക് പാസ് ഓൺ ചെയ്യും. ഓക്കെ, സോ ലെറ്റ് സീ ഹൗ, അല്ലെങ്കിൽ എന്താണ് കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ എന്താണ് ഒരു കപ്പാസിറ്ററിൻ്റെ ഫങ്ഷൻ ഇൻ എ സർക്യൂട്ട് എന്നുള്ളതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെഷനിൽ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. ഓക്കെ, സോ കപ്പാസിറ്റർ എന്ന് പറയുന്നത് നമുക്ക് ആ വേർഡിൽ തന്നെ ഇറ്റ്സ് വെരി ക്ലിയർ അല്ലേ? കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് സം കപ്പാസിറ്റി, റൈറ്റ്? കപ്പാസിറ്റി എന്നുള്ള വാക്കാണ് നമ്മൾ കപ്പാസിറ്റർ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത്. സോ ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് കപ്പാസിറ്റി. സോ കപ്പാസിറ്റി നമ്മളെങ്ങനെ പറയാം? ഒരു വെസലിൻ്റെ കപ്പാസിറ്റി, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി, ഇതിനനുസരിച്ചാണ് നമ്മൾ ഡീസൽ ഫില്ല് ചെയ്യുക അല്ലേ? റെഡി അല്ലേ? സോ നമ്മൾ ഈ കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം സ്റ്റോറേജ് കണ്ടൻറ്റിനെയാണ്, അല്ലെങ്കിൽ മാക്സിമം സ്റ്റോറേജ് വോളിയത്തിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ എം റൈറ്റ്? സോ കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് which can, so അതും നമുക്ക് ലിങ്ക് ചെയ്യാം, റൈറ്റ്? സോ which can store something, right? Okay, so capacitor is a device which can store something, which has the capacity to store something. So what is it storing? എന്താണ് അത് സ്റ്റോർ ചെയ്യുന്നത്? It is nothing but storing energy to be more specific, electric charges. ഓക്കെ, ചാർജിനെയാണ് ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ? സോ നമ്മൾ ചാർജ് എന്ന് പറയുമ്പോൾ യു ഹാവ് ടു പൊളാരിറ്റീസ്, നമ്മൾ രണ്ട് ഇലക്ട്രോൺസ്, റൈറ്റ്? സോ ഇങ്ങനെയാണ് നമ്മൾ ചാർജിനെ ഡിഫൈൻ ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്. സോ ഇതിനെ വളരെ എഫിഷ്യൻ്റായിട്ട് ഒരു നിശ്ചിത ടൈം പീരീഡിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ? സോ ദ മെയിൻ ഫങ്ഷൻ ഓഫ് എ കപ്പാസിറ്റർ ഈസ് ടു സ്റ്റോർ എനർജി, ഓക്കെ, എസ്പെഷ്യലി സ്റ്റോർ ചാർജസ്, അല്ലെങ്കിൽ ഇലക്ട്രിക് എനർജീനെയാണ് നമ്മൾ കപ്പാസിറ്റർ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ? സോ അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇനി എന്തിനാണിത് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ എന്തിനാണെന്നുള്ളതിന് മുമ്പ് ദാറ്റ് ഈസ് എ വെരി ഗുഡ് അനലോഗി. ഓക്കെ, സോ അനലോഗി ഈസ് ഫോർ കപ്പാസിറ്റർ ഈസ് ലൈക്ക് ദിസ്. സോ ഓൺ ടു മൈ ദിസ് സൈഡ് യു ക്യാൻ സീ ദി റെപ്രസെൻറ്റേഷൻ ഓഫ് എ കപ്പാസിറ്റർ. ഇത് നിങ്ങൾ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പരിചിതമുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ ഇമേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ എ കപ്പാസിറ്റർ കുഡ് ഓൾവേസ് ബി അനലോഗി, ഐ മീൻ ഇറ്റ് ഹാസ് ഗോട്ട് എൻ അനലോഗി വിത്ത് ഡാം. ഓക്കെ, റിയൽ ലൈഫിൽ ഡാമുമായിട്ട് വളരെയധികം പൊരുത്തമുണ്ട് കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ്. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. സോ ഒരു ഡാം എങ്ങനെയാണ്? സോ യു സി യു ഹാവ് a dam constructed like this. Okay, so ഇതിൻ്റെ like cross sectional view ആണ്. So you have dam construction like this. Okay, so this is the cross sectional view, and you have water in one side. So ഈ ഒരു സൈഡിൽ വെള്ളം. So this is the, and this side it is land or something. ഓക്കെ, സോ ഇതാണ് ഒരു ഡാമിൻ്റെ ഒരു ജനറൽ പിന്നെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ ദ ഡാം സ്റ്റോർസ് വാട്ടർ ഫോർ എ സ്പെസിഫിക് ടൈം അല്ലേ? സോ ഇത് തന്നെയാണ് കപ്പാസിറ്ററും ചെയ്യുന്നത്. ഇറ്റ് സ്റ്റോർസ്, അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ നോർമൽ ഫ്ലോവിനെ നമ്മൾ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. സോ വെള്ളത്തിൻ്റെ നോർമൽ ഫ്ലോ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എൻ എനർജി ഓഫ് ദാറ്റ് ഫ്ലോ, റൈറ്റ്? ഓക്കെ, വെള്ളം ഒഴുകുമ്പോൾ ഇറ്റ് ഗോട്ട് സം എനർജി. അതിനാണ് നമ്മൾ ഫ്ലോ എന്ന് പറയുന്നത്. ഒരു ഒഴുക്ക്, അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ ശക്തി എന്ന് നമ്മൾ പറയുന്നത്, വെള്ളത്തിൻ്റെ ഒഴുക്കിൻ്റെ ശക്തി എന്ന് പറയുന്നത് സാധനത്തിന്, അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഒഴുക്കിനെയാണ് നമ്മളൊരു ഡാം കൊണ്ട് തടഞ്ഞു നിർത്തുന്നത്. ഓക്കെ, സോ ലൈക്ക് വൈസ് നമ്മൾ ചാർജിനെ കപ്പാസിറ്റർ കൊണ്ട്
തടഞ്ഞു നിർത്തുകയാണ്. സോ ബേസിക്കലി ഇവിടെ തടഞ്ഞു നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ആ ഒഴുക്കിനെ തടഞ്ഞു നിർത്തുമ്പോൾ യു ആർ ലൈക്ക് ആക്ച്വലി ഹോൾഡിങ് സം എനർജി, റൈറ്റ്? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഇത്രയും എനർജിനെ, ഇത്രയും ഫോഴ്സിനെ ഈ ഒരു ഡാം ലൈക്ക് അവിടെ ബ്ലോക്ക് ചെയ്യണം. സോ ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? സോ ഈ ബ്ലോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദർ ഈസ് ഇനോർമസ് എമൗണ്ട് ഓഫ് എനർജി ബീങ് അക്യുമുലേറ്റഡ് ഇൻ ദിസ് പാർട്ട് ഓഫ് ദി ഡാം. ക്ലിയർ? ഒരുപാട് എനർജി ഈ പാർട്ട് ഓഫ് ദി ഡാമിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ഡാം ഹാസ് ഗോട്ട് ദി കപ്പാസിറ്റി ടു ഹോൾഡ് ദാറ്റ് എനർജി പ്രൊവൈഡഡ് ഒരു ത്രഷോൾഡ് വരെ. അത് കഴിഞ്ഞാൽ യു ആൾ നോ ദാറ്റ് ദ ഡാം വിൽ ബ്രേക്ക് ആൻഡ് ദ വാട്ടർ വിൽ ജസ്റ്റ് ഈക്വലൈസ് ദി ലെവൽ. ഓക്കെ, വെള്ളം എപ്പോഴും ഈക്വൽ ലെവലിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. എക്സാക്ട്ലി ദി സെയിം പ്രിൻസിപ്പിൾ ഫോർ കപ്പാസിറ്റർ. ഓക്കെ, സോ ഈ ഡാം നമ്മളിവിടെ എങ്ങനെയാണോ അനലോഗി ആയിട്ട് കാണുന്നത് അതേപോലെ തന്നെയാണ് കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നത്. ഓൺലി ഡിഫറൻസ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് വാട്ടർ യു ഹാവ് കറൻറ്റ്. അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഫ്ലോ എന്ന് പറയുന്ന ഫോഴ്സിനെ അല്ലെങ്കിൽ ഫ്ലോ എന്ന് പറയുന്ന എനർജീനെ ഈ ഡാം ഹോൾഡ് ചെയ്യണം. സോ ഇറ്റ് ഈസ് സ്റ്റോറിങ് സം എനർജി, റൈറ്റ്? സോ ആ എനർജി സ്റ്റോറേജിൻ്റെ ഒരു ഫോമാണ് ഇപ്പുറത്ത് നമുക്ക് വെള്ളം കെട്ടി നിർത്തുക എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡാം ഈസ് സ്റ്റോറിങ് ദി ഫ്ലോ എനർജി ഹിയർ, ഓക്കെ, ഇൻ ദിസ് പാർട്ട്. അതേപോലെ തന്നെ കപ്പാസിറ്റർ ഈസ് സ്റ്റോറിങ് ദ എനർജി ഇൻ ദ ഫോം ഓഫ് ചാർജസ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇക്വലൈസിങ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, ഒരു കപ്പാസിറ്ററിൻ്റെ ഇക്വലൈസിങ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ യു വിൽ ഹാവ് ടു പ്ലേറ്റ്സ്, ടു കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് ഉണ്ട്, ആൻഡ് യു ഹാവ് two leads. Exactly, see, and these two leads are connected to some voltage sources. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം, ബട്ട് ഈ ഡാം വരച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇത് വരയ്ക്കാം. സോ ദിസ് ഈസ് ദി റെപ്രസെൻറ്റേഷൻ ആൻഡ് യു ഹാവ് സേ ദിസ് ഈസ് പ്ലസ് ആൻഡ് ദിസ് ഈസ് മൈനസ് ഓഫ് ദി പൊളാരിറ്റി, ഐ മീൻ ലൈക്ക് ഓഫ് ദ വോൾട്ടേജ് സോഴ്സ് V. ഓക്കെ, ആൻഡ് ദി എനർജി സ്റ്റോർഡ് ഇൻ ദിസ് കപ്പാസിറ്റർ, അതായത് വെള്ളത്തിൽ ഹോൾഡ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് ദി എനർജി സ്റ്റോർഡ് ഇൻ ദിസ് കപ്പാസിറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് അപ്ലൈഡ്. ക്ലിയർ? അതായത് ഇവിടെ വരുന്ന വെള്ളത്തിൻ്റെ എത്രയാണോ അത്രയും തന്നെയാണ് എനർജി ഈ ഡാമിൽ സ്റ്റോർ ചെയ്യുന്നത്. സെയിം അനലോഗി ഹിയർ, ഈ വോൾട്ടേജിൻ്റെ പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ഇവിടെ എനർജി ഈ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്നത്, പ്രൊവൈഡഡ് ദർ ഇസ് എ ത്രഷോൾഡ്. നമ്മൾ ഡാമിൻ്റെ കാര്യം പറഞ്ഞ പോലെ എനോർമസ് എമൗണ്ട് ഓഫ് ഫോഴ്സ്, വെള്ളം ഇങ്ങനെ കയറി ഇങ്ങനെ വന്ന് ഡാം ബ്രേക്ക് ആവുന്നതാണ് ഡാമിൻ്റെ ത്രഷോൾഡ് എങ്കിൽ, ഇവിടെ ഈ വോൾട്ടേജ്, അപ്ലൈഡ് വോൾട്ടേജാണ് ഈ കപ്പാസിറ്ററിൻ്റെ ത്രഷോൾഡ്. സോ ഒരു കപ്പാസിറ്ററിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വോൾട്ടേജ് റേറ്റിംഗ് ആണ്. ഓക്കെ, അതായത് എത്ര വോൾട്ടേജ് അതിന് താങ്ങാൻ കഴിയും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. See, if you go on increasing the voltage, the charge will get accumulated, and there is some point the capacitor will blow off. കാരണം അതിന് താങ്ങാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമേ ഒരു കപ്പാസിറ്ററിന് ഹോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ. അത്രയും ചാർജ് മാത്രമേ കപ്പാസിറ്ററിന് ഹോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, എക്സാക്ട്ലി ഡിറ്റോ ഓഫ് ദി ഡാം ഫങ്ഷനിങ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് ഈ കപ്പാസിറ്റർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അല്ലെങ്കിൽ കപ്പാസിറ്റർ എന്ന് പറയുന്ന ആ ഡിവൈസിൻ്റെ ആ കമ്പണൻറ്റിൻ്റെ വളരെ പരമപ്രധാനമായ ഒരു റേറ്റിംഗ് ആണ് വോൾട്ടേജ് റേറ്റിംഗ്. ഓക്കെ, ഹൗ മച്ച് വോൾട്ടേജിന് കപ്പാസിറ്റർ ക്യാൻ സഫൈസ് എന്നുള്ളതാണ് അതിൻ്റെ റേറ്റിംഗ്. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാമിനെ കുറിച്ച് നമ്മൾ ഓർത്ത് കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, സോ ഇനി നമ്മൾ അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഒരു ബേസിക് ഫംഗ്ഷൻ എന്നാണ് നമ്മളിപ്പോൾ കണ്ടത്, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റൻസിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷനിലൂടെ കപ്പാസിറ്റൻസിലേക്ക് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു അനലോഗിയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി ഈ കപ്പാസിറ്റർ എന്തിനൊക്കെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? സേ നിങ്ങൾ സിമ്പിളായിട്ട് ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിലെ ഫാനിൻ്റെ സ്പീഡ് കുറഞ്ഞു, ഓക്കെ, അല്ലെങ്കിൽ ഫാന് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങളൊരു ഇലക്ട്രീഷ്യനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കയറി നോക്കുന്നു, അല്ലേ, ഫാൻ ഊരുന്നു. സോ നിങ്ങൾ കുറച്ച് ബോധമുള്ള ഒരാളാണെങ്കിൽ ആദ്യം ചെയ്യുക അതിൻ്റെ കപ്പാസിറ്റർ കണ്ടൻസർ എന്നാണ് നമ്മളതിന് പറയാം, ഫാനിലെ കപ്പാസിറ്ററിനൊക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ഹ്യൂജ് സൈസ്. സോ കണ്ടൻസർ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക ആദ്യം. ഓക്കെ, സോ കപ്പാസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കപ്പാസിറ്ററാണ്. ഇറ്റ് ഹാസ് ഗോട്ട് 2 പോൾസ്. അതിനെയാണ് നമ്മൾ കപ്പാസിറ്റർ. ഫാനിൻ്റെ നിങ്ങളൊന്ന് ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ ഫാനിൻ്റെ ആ കപ്പൊന്ന് ഉയർത്തി നോക്കിക്കഴിഞ്ഞാൽ അതിലേക്കൊരു വെള്ള ക്യാന് പോലത്തെ ഒരു സാധനം അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് ദാറ്റ് ഈസ് എ സ്മോൾ ക്യാൻ ലൈക്ക് തിങ് നിയർ ടു ദി ബെയറിങ്, ലൈക്ക് ആ ഒരു ഹൗസിങ്ങിൻ്റെ മേലെ ആയിട്ട് ഇത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും.
ഫാനിൻ്റെ ഹൗസിങ്ങിൻ്റെ മേലെയായിട്ട്. സോ ദിസ് ഈസ് നോട്ട് എസ് എ കപ്പാസിറ്റർ. സോ ഫസ്റ്റ് തിങ് an electrician will do is, a knowledge person will do is to check whether the capacitor is working or not. അത് വർക്ക് ചെയ്യണ്ടോ ഇല്ലയെന്ന് നോക്കാൻ വലിയ പണിയൊന്നുമില്ല. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. യു ജസ്റ്റ് ടേക്ക് 2 wires from 2 leads, ജസ്റ്റ് ടച്ച് മൊമെൻ്റർലി, വളരെ ചുരുങ്ങിയ സമയത്തേക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് എ സ്പാർക്ക്. സോ ഒരു സ്പാർക്ക് ഉണ്ടെങ്കിൽ യെസ് ഓക്കെ, ദ കപ്പാസിറ്റർ ഈസ് ഹോൾഡിങ് സം ചാർജ്, അതായത് കപ്പാസിറ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ കപ്പാസിറ്ററിന് കപ്പാസിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. എന്ത്? ഈ ചാർജ് സ്റ്റോർ ചെയ്യാൻ. സോ ഡിഫറെൻറ്റ് ചാർജസ് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമുക്കൊരു സ്പാർക്ക് കിട്ടുന്നത്, അല്ലേ? അതായത് ഡിസ്ചാർജ് നടക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരു സ്പാർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഡിസ്ചാർജ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന പ്രവൃത്തി, ഈ ഒരു കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ വളരെ സിമ്പിൾ ടെക്നിക്കാണ്. ബട്ട് ഇറ്റ് ഷുഡ് ബി വെരി മൊമെൻ്റർലി, അല്ലെങ്കിൽ ഹൈ ചാർജ് ചിലപ്പോൾ ബൈപ്പാസ് ചെയ്യും. സോ ഇറ്റ് മൈ ഡാമേജ് ദ കപ്പാസിറ്റർ. സോ ഫസ്റ്റ് തിങ് ഹി വിൽ ഡു ഈസ് ലൈക്ക് ലോക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനം, യു ജസ്റ്റ് ടേക്ക് ദ വയേഴ്സ് 2 leads, ജസ്റ്റ് ഡു എ മൊമെൻ്റർലി സ്പാർക്കിംഗ് ഓഫ് ദിസ് കപ്പാസിറ്റർ. സോ ഇതാണ് നമ്മൾ ചെയ്യുക. സോ അപ്പോൾ അവിടെ എന്താ ഈ കപ്പാസിറ്റർ അവിടെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇലക്ട്രിക് മോട്ടറൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഫാനിലുള്ള മോട്ടർ, അതിനൊരു ഇനീഷ്യേറ്റീവ് പവർ പുഷ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു കപ്പാസിറ്റർ അവിടെ യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഫംഗ്ഷൻ ഫാനിൽ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അത് വേറൊരു എൻ്റയർലി ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് ഡിസ്കഷനാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സ്പെസിഫിക് ആയിട്ട് ഞാൻ പോകുന്നില്ല. So one of the applications is for starting of motors. Okay, then കപ്പാസിറ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫിൽറ്ററിംഗ് ആണ്. ലൈക്ക് ഫിൽറ്ററിംഗ് ഓഫ് വാട്ട്? കപ്പാസിറ്റർ ഹാസ് എ പ്രോപ്പർട്ടി ടു പാസ് ദി AC കറൻറ്റ്, അല്ലെങ്കിൽ വേരിയബിൾ കറൻറ്റിനെ പാസ് ചെയ്യാൻ കപ്പാസിറ്ററിന് കഴിവുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ബ്ലോക്സ് ദ DC കറൻറ്റ്. ഓക്കെ, സോ ഒരു നല്ല ഫിൽറ്ററായിട്ട് കപ്പാസിറ്റർ വർക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ പവർ സപ്ലൈ സെക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഹൗ ദിസ് ഈസ് ബീൻ ഇംപ്ലിമെൻറ്റഡ്. ഓക്കെ, സോ അപ്പോൾ ഒരു നല്ലൊരു ഫിൽറ്ററായിട്ട് കപ്പാസിറ്റർ യൂസ് ചെയ്യാം. അതേപോലെ ട്യൂണിങ് സർക്യൂട്ട്സ്, നമ്മൾ റേഡിയോയിൽ ട്യൂണിങ് സർക്യൂട്ട്സ് ലൈക്ക്, അല്ലെങ്കിൽ ടെലിവിഷനിൽ ട്യൂണിങ് സർക്യൂട്ട്സ് ആയിട്ട് നമ്മൾ ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസിക് സർക്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന മെയിൻ കമ്പണൻറ്റ് കപ്പാസിറ്ററാണ്. സോ എനോർമസ് എമൗണ്ട് ഓഫ് അപ്ലിക്കേഷൻസ് ആർ ദെയർ. ഓക്കെ, ലൈക്ക് കമ്മ്യൂണിക്കേഷൻ, അനലോഗ് സർക്യൂട്ട്സ്, amplifiers, all sort of things this capacitor should be used. Okay, so applicationലേക്ക് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയി പോകുന്നില്ല. So I'm going to the next like as I said, 2 പ്ലേറ്റ് ഉണ്ടാവും കപ്പാസിറ്ററിന്. ഓക്കെ, സോ ദ മെയിൻ ഇതാണ്, ഈ ഒരു റെപ്രസെൻറ്റേഷനാണ് കപ്പാസിറ്ററിനെ നമുക്ക് വളരെ കൂടുതൽ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു ഡയഗ്രാമാണിത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 plates as I mentioned earlier. 2 plates ഉണ്ടാവും, 2 lead ഉണ്ടാവും. Okay, as you can see from the figure, and in between the 2 plates there is something which is known as dielectric. Okay, ഒരു മെറ്റീരിയൽ ഉണ്ടാവും, dielectric. The material can be anything. It can be air, it can be ceramic, it can be mica, or it could be anything of that sort. So അത് ചൂസ് ചെയ്യുന്നത് കപ്പാസിറ്ററിൻ്റെ അപ്ലിക്കേഷൻ അനുസരിച്ചാണ്. എന്ത് അപ്ലിക്കേഷന് വേണ്ടിയാണ് നമ്മൾ ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് ഉള്ളതിനനുസരിച്ചാണ് നമ്മൾ ഈ ഡയലക്ട്രിക് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ചെറിയൊരു എന്ത് അപ്ലിക്കേഷൻ എന്ന് ചോദിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് എ വെരി ഹൈ വോൾട്ടേജ് അപ്ലിക്കേഷൻ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇൻ ഇൻഡസ്ട്രി, ഇഫ് ദ അപ്ലിക്കേഷൻ ഈസ് ലൈക്ക് 1000 volt സപ്ലൈ ആണ് അവിടെ ഡീൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക, 1000 volt. ഓക്കെ, നമ്മൾ സാധാരണ ഒരു കപ്പാസിറ്റർ കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഇൻസ്റ്റൻ്റ്ലി ബ്ലോ ഓഫ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡയലക്ട്രിക്കിനൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഇറ്റ്സ് നോൺ ആസ് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ നമ്മളതിനെ പെർമിറ്റിവിറ്റി എന്നാണ് പറയുക. ഓക്കെ, പെർമിറ്റിവിറ്റി. സോ ഈ പെർമിറ്റിവിറ്റി ഹൈ ആണെങ്കിൽ, അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഹൈ ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഹോൾഡ് മോർ വോൾട്ടേജ്. ഓക്കെ, അല്ലെങ്കിൽ വോൾട്ടേജ് റേറ്റിംഗ് വളരെയധികം കൂടുതലായിരിക്കും. ക്ലിയർ? സോ ദിസ് ഈസ് ദ ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് ദി കപ്പാസിറ്റർ. യു ഹാവ് 2 plates, 2 leads, and in between there is either vacuum or air or some material which acts as dielectric. Okay, ഇനി കപ്പാസിറ്റൻസ് C എന്ന് പറയുന്ന വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്, C depends upon the permittivity epsilon and A and D. ഓക്കെ, ഈ ഒരു ഡയഗ്രാത്തിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ഇറ്റ്. സോ ദിസ് ഈസ് നോൺ ആസ് പെർമിറ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ, അല്ലെങ്കിൽ അത് മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ പെർമിറ്റിവിറ്റി എപ്സിലോൺ. ദെൻ എ ഈസ് ദ ഏരിയ ഓഫ് ദി പ്ലേറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന 2 പ്ലേറ്റ്. സോ 2 plates, you are holding 2 plates like this hand. So this is plate face and this is another plate's face. So the area of the plate,
So that is A, and D is the distance between the plate. So ഈ മെയിൻ ആയിട്ടുള്ള രണ്ട് വേരിയബിൾസിലാണ് കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സോ C depends upon the area of the plate that's been used and the distance between the plate. So ഇതാണ് കപ്പാസിറ്ററിൻ്റെ ഫങ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നതും കപ്പാസിറ്ററിൻ്റെ കൺസ്ട്രക്ഷനും വളരെ വളരെ സിമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ചെറുതായിട്ട് ഊഹിക്കാം. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ കപ്പാസിറ്റൻസ് യു ഡോണ്ട് ഹാവ് ടു ഡു മച്ച്, ജസ്റ്റ് അതിൻ്റെ സ്പേസ് ഒന്ന് ഡിസ്റ്റൻസ് ഒന്ന് മാറ്റിയാൽ മതി. എത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു പ്ലേറ്റ് ഡിസ്റ്റൻസ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ അച്ചീവ് എ ഡിഫറെൻറ്റ് capacitance value. Okay, and the value, the unit of capacitor as you know is farad. Okay, so farad എന്ന് പറഞ്ഞ യൂണിറ്റിലാണ് നമ്മൾ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യുക. So the farad normally using ranges are starts from picofarad, nanofarad, microfarad, okay, and farad. So ഈ 4 റേഞ്ചിലാണ് സാധാരണ വാല്യൂസ് നമ്മൾ നോർമൽ ടിപ്പിക്കൽ ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുക. പിക്കോഫാരഡ് ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തത്, ഇറ്റ് ഈസ് 10⁻⁻12 ഇത്രയും ഫാരഡ്. നാനോഫാരഡ് ഈസ് 10⁻⁻9 ഫാരഡ്, ആൻഡ് മൈക്രോഫാരഡ് ഈസ് 10⁻⁻6 ഫാരഡ്. ഓക്കെ, സോ ഇതും കൂടി ഒന്ന് ഓർക്കുക. സോ പിക്കോഫാരഡ് ഈസ് 10⁻⁻12, നാനോഫാരഡ് ഈസ് 10⁻⁻9, ആൻഡ് മൈക്രോഫാരഡ് ഈസ് 10⁻⁻6 ഫാരഡ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു ലൈക്ക് നോർമൽ റേഞ്ച് ഓഫ് യൂണിറ്റ്സ് ദാറ്റ് വി യൂസ് ഇൻ ടിപ്പിക്കൽ ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഒന്ന് അതിൻ്റെ ഫാരഡ് എന്ന് എത്ര ഫാരഡാണ് ഒരു കപ്പാസിറ്റർ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യും. രണ്ടാമത് വോൾട്ടേജ് റേറ്റിംഗ്. നമ്മളൊരു കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് റേറ്റിംഗും പറഞ്ഞിട്ടാണ് നമ്മൾ കപ്പാസിറ്റർ പർച്ചേസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ വോൾട്ടേജ് റേറ്റിംഗ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എത്ര വോൾട്ടേജ് ആ കപ്പാസിറ്ററിന് താങ്ങാൻ കഴിയും അക്രോസ് ദി ലീഡ്സ്, ആ ലീഡ്സിന് അക്രോസ് എത്ര മാക്സിമം വോൾട്ടേജ് എത്ര വരെ പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദി ബേസിക്സ് ഓഫ് ദി കപ്പാസിറ്റർ. സോ ഇനി നമുക്ക് ഈ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞല്ലോ. സോ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ക്യാൻ ബി ഓഫ് എനി ടൈപ്പ്. As I mentioned, it could be air. So air has got a permittivity. Okay, it could be vacuum. It has got a different or it could be mica. It has got a different permittivity. Okay, so typical ആയിട്ടുള്ള ഒരു പെർമിറ്റിവിറ്റി then ഇതാണ് ഞാനിവിടെ കാണിക്കാൻ. I mean, like I'll just show you how it is. Like air or vacuum, it has got a permittivity of 1. Okay, then aluminium oxide, a permittivity of 10. See, this is the permittivity value. Okay, and then you have we can use bakelite. Has got a permittivity of 4.5 to 5.5. Okay, then ceramic, this is very widely used dielectric, which has got a permittivity in the range of 6 to 7,500. See, the epsilon value can take a value from 6 to 7,500. Okay, then glass is also used as dielectric, whose permittivity ranges from 7 to 8. Mica is a very popular dielectric used for capacitor, whose value is from 3 to 6. And paper, നമ്മുടെ normal paper, but normal paper as such dielectric ആയിട്ട് യൂസ് ചെയ്യില്ല. It will be treated paper. Treated with what? Treated with wax. So paper treated with wax is a very good dielectric, which has got a permittivity of 3 to 5. Okay, then polystyrene is a form of plastic. Okay, polystyrene latex അത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. But anyway, polystyrene is a form of plastic which has got a permittivity of 2.6.
Okay, then another common dielectric used is tantalum oxide, which has got a permittivity of 11. Okay, so വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയലക്ട്രിക് ലിസ്റ്റാണ്, അല്ലെങ്കിൽ ഡയലക്ട്രിക് മെറ്റീരിയൽ ലിസ്റ്റാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ യു ഹാവ് റെഫറൻസ് വിത്ത് എയർ ഓർ വാക്വം ഹാസ് 1 ആൻഡ് വിത്ത് റെഫറൻസ് ടു ദാറ്റ് യു ഹാവ് ഡിഫറെൻറ്റ് പെർമിറ്റിവിറ്റി വാല്യൂസ്. സോ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, ഞാൻ പറയാൻ കാരണം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് യൂസ് ഡിഫറെൻറ്റ് dielectrics. Okay, in order to achieve capacitance value, different capacitance value, as well as higher voltage rating. Okay, the main purpose is higher voltage rating. Clear? So just keep this in mind. ഇനി നമ്മളൊരു കപ്പാസിറ്ററിനെ എങ്ങനെ ഒരു വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത ഒരു പോർഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. So how can we successfully connect a capacitor with an applied voltage? So very complex circuitry ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു സർക്യൂട്ടറി ആണത്. So this is how you connect a voltage source to the capacitor. So you have a voltage source here. So the positive goes to one plate and negative goes to another plate. Okay, so നിങ്ങൾക്ക് അപ്പോൾ ഈ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ഈസ് കണക്റ്റഡ് വിത്ത് നെഗറ്റീവ് പ്ലേറ്റ്, സോ ദി അക്യുമുലേഷൻ വിൽ ബി നെഗറ്റീവ്. ഇനി ജസ്റ്റ് ഇമാജിൻ, ഞാൻ പറഞ്ഞില്ലേ ഈ ഡാമിൻ്റെ കേസ്, സോ ദിസ് വിൽ ആക്ട് ആസ് എ ബ്ലോക്കർ. സോ ദിസ് കാരണം ഇവിടെ കണക്റ്റിവിറ്റി ഇല്ല, ആക്ച്വലി ഒരു റിയൽ കണ്ടക്ടർ കണക്റ്റിവിറ്റി ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് അല്ല. പക്ഷേ ഈ ഡൈഇലക്ട്രിക്കിന് ഒരു പെർമിറ്റിവിറ്റി ഉള്ളത് കൊണ്ട്, പെർമിറ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് the ability of a material to pass something, and that something could be charge. Okay, so even ഒരു സെമി കണ്ടക്ടർ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സേ ഒരു ലൈക്ക് ഒരു ഏജൻ്റ് ആയിട്ട് ഇവൻ വർക്ക് ചെയ്യും. സോ അതുകൊണ്ടാണ് ഈ രണ്ട് പ്ലേറ്റിലും ചാർജ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞാൽ ദിസ് പ്ലേറ്റ് വിൽ ബി പോപ്പുലേറ്റഡ് വിത്ത് പോസിറ്റീവ് ചാർജ് ആൻഡ് ദിസ് പ്ലേറ്റ് വിൽ ബി പോപ്പുലേറ്റഡ് വിത്ത് നെഗറ്റീവ് ചാർജ്. സോ ഇങ്ങനെയാണ് ഒരു കപ്പാസിറ്ററിൻ്റെ കണക്റ്റിവിറ്റി വരിക. ഓക്കെ, സോ ആസ് ലോങ് ആസ് ദ വോൾട്ടേജ് ഇസ് ദെയർ, ദിസ് കപ്പാസിറ്റർ വിൽ സ്റ്റോർ ദി ചാർജസ് ലൈക്ക് ദിസ്. ഓക്കെ, സോ ഈ കപ്പാസിറ്ററുടെ കപ്പാസിറ്റൻസിനനുസരിച്ചാണ് ചാർജ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി വോൾട്ടേജ് അപ്ലൈഡ്. ക്ലിയർ? സോ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് വൺ മോർ തിങ്, ലൈക്ക് this is a symbol of the capacitor. So generally in two ways you can represent the capacitor symbol, like this, and ingeneyum ningal kandundavum like this. So idu endha indicate cheyunna, there are two types basically on the basis of polarity. So one is non-polar capacitor and polarized capacitors. So capacitors leads are well defined, അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും which is positive and which is negative എന്ന്. അതായത് പോസിറ്റീവ് ലീഡ് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ഓൺലി ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദി സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, ആൻഡ് അതർ വൺ ഈസ് നെഗറ്റീവ്. സോ ദിസ് നെഗറ്റീവ് ലീഡ് ഷുഡ് ബി ഓൾവേസ് കണക്റ്റഡ് വിത്ത് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദി സപ്ലൈ വോൾട്ടേജ്. തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ ഒരു പൊട്ടിത്തെറിയൊക്കെ സംഭവിക്കും. ക്ലിയർ? സോ യു ഷുഡ് ബി വെരി കെയർഫുൾ വിത്ത് പോളറൈസ്ഡ് കൈൻഡ് ഓഫ് കപ്പാസിറ്റേഴ്സ്. ഓക്കെ, and you also non-polar small value capacitors are also available. Clear? So ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കപ്പാസിറ്ററിൻ്റെ ഒരു ബേസിക് ഡിസ്കഷൻ നമ്മളിപ്പോൾ നടത്തിയത്. ഇനി നമ്മൾ കുറച്ചും കൂടി ലൈക്ക് അതിൻ്റെ ടെക്നിക്കൽ സൈഡായ ടൈപ്സിലേക്ക് നമുക്ക് കടക്കാം. സോ വി ക്യാൻ ജസ്റ്റ് മൂവ് ഓൺ ടു ഡിഫറെൻറ്റ് ടൈപ്സ്.